ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ട് അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായും നിങ്ങൾ വളരെയധികം നിരാശയിലാണ് എന്ന് തന്നെയാണ് ആദ്യം തന്നെ ഇവിടെ മനസ്സിലാകാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു നിരാശയ്ക്ക് കാരണം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ടാകാം. ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതാകാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ നിരാശയ്ക്കൊരു ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അതായത് ഇവിടെ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും വളരെയധികം നിരാശയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെന്തെന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിലാവാം. ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും ഓർത്ത് വളരെയധികം നിരാശ അനുഭവിക്കുന്ന ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു ചേഞ്ച് വന്നെത്തുന്നുണ്ട്. അതായത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും നിങ്ങളിപ്പോൾ വിഷമിക്കുന്ന അല്ലെങ്കിൽ നിരാശയിലിരിക്കുന്നത് ഏത് കാര്യത്തെ കുറിച്ച് ഓർത്താണോ, അപ്പോൾ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വളരെയധികം ഒരു ചേഞ്ച് വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളിവിടെ വളരെയധികം നിരാശയിലാണ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 7 ഓഫ് സോഡിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 5 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങളെ ആരോ വളരെയധികം വഞ്ചിച്ച ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആരോ നിങ്ങളെ മനഃപൂർവ്വം ചതിയിൽപ്പെടുത്തിയൊരു സാഹചര്യമാകാം, അല്ലെങ്കിൽ നിങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങളെ ആ ഒരു സ്നേഹം മറന്ന് നിങ്ങളെ വഞ്ചിച്ചിട്ട് പോയതാവാം. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ചതി നേരിട്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളിവിടെ വളരെയധികം വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു നീതി വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ മാനസികമായിട്ട് എന്ത് കാര്യത്തിനാണോ വിഷമിക്കുന്നത്, ഒരു സാമ്പത്തികത്തിന് വേണ്ടിയാണ് നിങ്ങൾ വിഷമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് എത്താനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ നിങ്ങൾ വിഷമിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഡിവൈൻ്റെ ഒരു അനുഗ്രഹം ഇപ്പോൾ ഉണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിട്ടുള്ളത് 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ ഒരു സ്നേഹത്തിന് വേണ്ടി, നിങ്ങൾ ഈ നിരാശയിലിരിക്കുന്നത് ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ വില മനസ്സിലാക്കി
നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരു സ്നേഹം, അവരുടെ ഒരു സ്നേഹം നൽകാനായിട്ട് തയ്യാറായിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ നേരിടുന്ന വിഷമം ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതാവാം. അപ്പോൾ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം വേണ്ടാന്ന് വെച്ച് ആ വ്യക്തി പോയിരിക്കാം. ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് ഇവിടെ വ്യക്തമാണ്. അതായത് നിങ്ങളിൽ നിന്ന് ലഭിക്കാത്തത് അവർക്ക് നൽകാനാവും എന്നൊരു തോന്നൽ കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് പോയതാവാം. എന്നാൽ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളോട് ചെയ്തതിൻ്റെ ഇരട്ടിയായിട്ട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളോട് ചെയ്തു പോയ ആ ഒരു തെറ്റ് എത്രത്തോളം വലുതായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അവർ മുറിവേൽപ്പിച്ചത് എത്രത്തോളം ആഴത്തിലായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, തേർഡ് പാർട്ടി ഇപ്പോൾ അവർക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ്. അതിനാൽ തന്നെ നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കെയറിങ്, ഇവയെല്ലാം അവർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവരിപ്പോൾ പോകുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ നഷ്ടപ്പെടുത്തിയതോർത്ത് ആ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചിലരുടെ ഭാഗത്ത് നിന്ന് ഒരു ചതി, വഞ്ചന, ഇതൊക്കെ നേരിടേണ്ടി വന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഒരു പക്ഷേ സാമ്പത്തികപരമായിട്ട് ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളറിയാതെ ആരെങ്കിലും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ നിങ്ങളെ ആരാണ് പിന്നിൽ നിന്ന് കുത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ആരാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യമാവാം. അപ്പോൾ ഇവിടെ ചില വ്യക്തികൾ മൂലം മാനസിക വിഷമം അനുഭവിക്കുന്ന ആളുകളുടെ എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് പരിവർത്തനം സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ബ്ലോക്കുകൾ ഇവിടെ മാറിക്കിട്ടുന്നുണ്ട്. അതുപോലെ നെഗറ്റീവ് എനർജിയുള്ള കുറച്ചധികം ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഈ ഒരു സമയത്ത് നിൽക്കുന്നുണ്ടാവാം. അതായത് നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്ത വ്യക്തികൾ, ആ ഒരു വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കാം ഇതിനോടകം തന്നെ. അതിനാൽ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ചില നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതായത് ഇവിടെ നിങ്ങളെ ബിസിനസ്സിൽ സഹായിക്കാനായിട്ട് ചില വ്യക്തികൾ തയ്യാറായി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതിനാൽ തന്നെ അവരുടെ സഹായത്താൽ നിങ്ങളുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾക്ക് കുറച്ചുകൂടി മാറ്റം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഇപ്പോഴുള്ള മോശം സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ചില വ്യക്തികൾ സൃഷ്ടിച്ച തടസ്സമാകാം. അതായത് നിങ്ങൾ പണം ആവശ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്ത ആരെങ്കിലും ആ ഒരു പണം തടഞ്ഞു വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമായിരിക്കാം റെസണേറ്റ് ആവുക. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് എല്ലാ തടസ്സങ്ങളും അകന്ന് ആ ഒരു സാമ്പത്തികം വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതായത് സാമ്പത്തികപരമായിട്ട് സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇനി നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം, നിങ്ങൾ നഷ്ടമായേക്കുമെന്ന് കരുതുന്ന പലതും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്നാണ്. നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നു. അതായത് ഒരു മികച്ച വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത്
പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തതിനെ തുടർന്ന് നിങ്ങൾ കരഞ്ഞു തളർന്നിരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ പ്രിയപ്പെട്ട വ്യക്തി മടങ്ങി വരാനായിട്ട് പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം വീണ്ടെടുക്കാൻ മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ ചെയ്യുന്നവരാകാം നിങ്ങൾ. അങ്ങനെ നിങ്ങൾ എഫേർട്ട് എടുത്തത് എന്തിനാണോ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നു. ആ ഒരു സമയമാണ് ഇനി നിങ്ങളിലേക്ക് വരുന്നത്. അതായത് നിങ്ങൾ കരഞ്ഞിരുന്ന ആ ഒരു ഇടത്ത് നിന്നും നിങ്ങളെ കൈപിടിച്ചുയർത്താൻ പ്രപഞ്ചശക്തി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങളിൽ നിന്ന് നഷ്ടമായ സന്തോഷങ്ങൾ തിരികെ എത്തുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.